പലഹാരങ്ങളുടെ പേരിന് മുന്നിലും ഇനി പാക്ക് വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ വ്യാപാരികൾ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള കടകൾ പ്രശസ്തമായ മൈസൂർ പാക്ക് ഉൾപ്പെടെയുള്ള വിവിധ മധുരപലഹാരങ്ങളുടെ പേര് മാറ്റിയിരിക്കുന്നത്. എല്ലാ മധുരപലഹാരങ്ങളുടെയും പേരുകളിൽ നിന്നും പാക്ക് എന്ന വാക്ക് നീക്കം ചെയ്ത് ശ്രീ എന്ന് ചേർത്തതായി വ്യാപാരികൾ പറഞ്ഞു. ഞങ്ങളുടെ മധുരപലഹാരങ്ങളുടെ പേരുകളിൽ നിന്ന് പാക്ക് എന്ന വാക്ക് ഞങ്ങൾ നീക്കം ചെയ്തു. മോത്തി പാക്കിനെ മോത്തി ശ്രീ എന്നും ഗോണ്ട് പാക്കിനെ ഗോണ്ട് ശ്രീ എന്നും മൈസൂർ പാക്കിനെ മൈസൂർ ശ്രീ എന്നും ഞങ്ങൾ പുനർനാമകരണം ചെയ്തുവെന്നും കടകളുടെ ഉടമകൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മധുരപലഹാരത്തിന്റെ പേരിൽ ശ്രീ പോലെയുള്ള ഒരു ഇന്ത്യൻ പദം കേൾക്കുന്നത് സമാധാനപരവും സംതൃപ്തിയും നൽകുന്നുവെന്നാണ് പലരും പറയുന്നത്. രാജസ്ഥാനിൽ മുഴുവൻ പേര് മാറ്റുന്നതിനെ കുറിച്ചും പരമ്പരാഗത മധുരപലഹാര നാമങ്ങളിൽ പാക്ക് എന്നതിന് പകരം ശ്രീ അല്ലെങ്കിൽ ഭാരത് എന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. ജയ്പൂരിലെ നിരവധി പ്രശസ്ത മധുരപലഹാര നിർമ്മാതാക്കളും കാറ്ററിംഗ് സേവനദാതാക്കളും ഇതിനെ പിന്തുണച്ച് മുന്നോട്ട് വരികയും ചെയ്തു. താമസിയാതെ തന്നെ അവരും തങ്ങളുടെ മധുരപലഹാരങ്ങൾക്ക് കൂടുതൽ ദേശസ്നേഹപരമായ പേരുകൾ നൽകുമെന്ന് പ്രസ്താവിച്ചു. പരമ്പരാഗതമായി മൈസൂർ പാക്ക് പോലെയുള്ള മധുരപലഹാരങ്ങളിൽ പാക്ക് എന്ന വാക്ക് പാചക സമയത്ത് ഉപയോഗിക്കുന്ന പഞ്ചസാര സിറപ്പുമായി ബന്ധപ്പെട്ടതാണ്. സംസ്കൃതത്തിൽ പാക്ക് എന്നാൽ പാചകം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. കർണാടകയിലെ മൈസൂരിൽ നിന്നാണ് മൈസൂർ പാക്ക് എന്ന പേര് വന്നത്. കഴിഞ്ഞ മാസം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പേര് മാറ്റാനുള്ള നീക്കം.